നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളു. പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ ട്രേഡ് സെറ്റപ്പ് നോക്കാം. നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ അവസാനത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ കണ്ട് തുടങ്ങുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ ട്രെൻഡ് വളരെ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് ഇത് ഡെയിലി ടൈം ഫ്രെയിം ആണ്. നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് നെഗറ്റീവിലായിരുന്നു. അതിനുശേഷം നിഫ്റ്റി 22,320 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഒരു ഷോർട്ട് കവറിനുള്ള സാധ്യത നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസത്തേലും നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് നിഫ്റ്റി 22,650-700 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ഇതാണ് നമ്മൾ റെസിസ്റ്റൻസ് തന്നിരുന്നത്. ആ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് ആണ്. നമുക്ക് ഇൻട്രാഡേയിലായാലും നമുക്കൊരു ബൈര ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിൽ സൂചിപ്പിച്ചായിരുന്നു. പക്ഷെ നിഫ്റ്റിയിലും നമുക്ക് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റി രണ്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതായത് 22,320 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ 22,650 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്. അപ്പൊ ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ്, നിഫ്റ്റിയുടെ കറന്റ് ട്രെൻഡ് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ്. ഇത് മാർക്കറ്റ് ഒരു ഹൈ വോളറ്റൈൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റൈറ്റ് ഒരു സപ്പോർട്ടിൽ വരുമ്പോൾ ബൈര ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ട് എപ്പോഴും ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും ഓപ്പൺ ചെയ്യുന്ന എപ്പോഴും ശ്രദ്ധിക്കണം, സപ്പോർട്ടിന്റെ ഒരു മുകളിലാണോ റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണോ. അതിനനുസരിച്ചാണ് എപ്പോഴും ആ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇന്റർനെറ്റിൽ നമ്മൾ ഏത് ട്രെൻഡിലാണ് നിലനിൽക്കേണ്ടതെന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ആയാലും മാർക്കറ്റിന്റെ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലായാലും നമ്മൾ സൂചിപ്പിച്ചിരുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പൊ റെസിസ്റ്റൻസിന്റെ മുകളിൽ എപ്പോഴും ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. നമ്മൾ സൂചിപ്പിച്ചായിരുന്നു ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ 22,650 താഴെ മാത്രമാണ്. അപ്പൊ എപ്പോഴും ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. കൃത്യമായിട്ട് നമുക്ക് മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് നിലനിന്ന് പോകാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ഒരു കറണ്ട് സെന്റിമെന്റിലായാലും വീക്ക്നെസ് ആകുമ്പോഴായാലും ഏതൊരു ഇതിന്റെ താഴെയാണ്, ഏതൊരു സപ്പോർട്ടിന്റെ താഴെയാണ് വീക്ക്നെസ്. അപ്പൊ അതൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വരും ദിവസങ്ങളിൽ തന്നെ ഈ അപ്ഡേറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റി 22,650, അതേപോലെ തന്നെ 22,320 ഈ രണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറച്ചൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഇതിന്റെ താഴത്തേക്ക് നിലനിർത്തിയാലാണ് ഇനി ഫർദർ ആയിട്ടുള്ള വീക്ക്നെസ് കാണുന്നത്. ഈ ഒരു ലെവലിലായാലും നിഫ്റ്റി ഇൻ കേസ് താഴെ വന്നാലും ഡിപ്പ് ചെയ്ത് ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യത മാർക്കറ്റിൽ കാണുന്നുണ്ട്. പക്ഷെ ഏത് റെസിസ്റ്റൻസ് വരെ പോകും എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്കത് അറിയണം. നിഫ്റ്റിയിൽ ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിക്കായാലും ഇനി ഹയർ ലെവലിലേക്കായാലും 23,200 അതാണ് ഇനി അടുത്തൊരു റെസിസ്റ്റൻസ്. 23,200 23,200 അതുപോലെ 23,400 ഈ രണ്ട് സ്ട്രോങ് റെസിസ്റ്റൻസുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കൃത്യമായിട്ട് ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് ഇൻട്രാ ട്രെൻഡിൽ മാനേജ് ചെയ്യുക, എക്സാക്ട് ആയിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് നിഫ്റ്റി ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. സപ്പോർട്ട് ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. സപ്പോർട്ട് ലെവൽ വരുന്ന ഒരു സമയത്ത് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്ന രീതിയിലാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചാണ് സപ്പോർട്ട് ലെവലുകൾ എടുത്തിരിക്കുന്നത്. ലോവർ ലെവല് തൊട്ടടുത്ത് സപ്പോർട്ട് ലെവൽ എടുത്തിട്ടുണ്ട്. കാരണം ഈ ലോവർ ലെവലിൽ ചിലപ്പോൾ ഒരു ബൗൺസിനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഹയർ ലെവലിൽ നിന്ന് നമുക്ക് ആ ഒരു എക്സാക്ട് ഒരു ബൗൺസ് നമുക്ക് പറയാൻ പറ്റില്ല. റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ആ ബൗൺസിന്റെ ഒരു സാധ്യത. അപ്പൊ നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. ലോവർ ലെവലാണെങ്കിൽ 22,720 മുതൽ സപ്പോർട്ട് തുടങ്ങുകയാണ്. 22,720 ആണ് ലോവർ ലെവല്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഈ ലെവലിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണ്. ഇൻ കേസ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ ഒരു സപ്പോർട്ടിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ലെവലിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി അത്രയും കൂടെ ഒരു സക്സസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്തൊരു സപ്പോർട്ട് ലെവലാണ് എടുത്തിരിക്കുന്നത്. അതായത് 22,700 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു പോയിന്റ് ഡിഫറൻസിലാണ് നമ്മൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലില് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകി കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. എപ്പോഴും ചെറിയ ഒരു പോയിന്റിലൊക്കെയാണ് ആ ഒരു സാധ്യത നിലനിൽക്കുന്നത്. 22,675
പക്ഷെ ഓപ്പൺ ചെയ്യുന്ന 22,670 താഴെയാണെങ്കിൽ വീക്ക്നെസ് ആയിരിക്കും. അതിൻ്റെ ഒരു താഴത്തേക്ക് ഒരു പ്രോഫിറ്റ് വെക്കുന്ന ഒരു സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും 22,630 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് നിലനിൽക്കും. 630 താഴെ വീക്ക്നെസ് ആണ്. 630 താഴെ സപ്പോർട്ട് വരുന്നത് 580 22,580 സപ്പോർട്ട് വരുന്നത്. 22580 ഹയർ ലെവലിലേക്ക് നമുക്ക് നോക്കാം. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. എക്സാക്ട് ആയിട്ട് ഈ ഒരു റേഞ്ചിൽ ചിലപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഒരു മൊമെന്റം കിട്ടണമെന്നില്ല. റൈറ്റ് മൊമെന്റ് എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നായിരിക്കും കിട്ടുന്നത്. റൈറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,900 ആണ്. 22,895 എടുത്തിരിക്കുന്നത്. 900 തൊട്ട് താഴെയാണ് എടുത്തിരിക്കുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 22,900 മുകളിലാണെങ്കിൽ ബൈക്ക് മാത്രം ഇമ്പോർട്ടൻസ് നൽകുക. സ്റ്റോപ്പ് ലോസ് 22,895. ഇതിന്റെ മുകളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്കാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. പക്ഷെ ഓപ്പൺ ചെയ്യുന്നത് ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം 22,895 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത സപ്പോർട്ട് കുറച്ചൊരു താഴെയാണ്, നല്ല സപ്പോർട്ട് കുറച്ച് താഴെയാണ് കാണുന്നത്. ഈ ഒരു ലെവലാണെങ്കിൽ സപ്പോർട്ട് വരുന്നത് 22,800 തൊട്ട് താഴെയാണ്. 22,790 സപ്പോർട്ട് വരുന്നത്. അപ്പൊ അതിനുശേഷം ഹയർ ലെവലിലേക്ക് ആണെങ്കിൽ 22,985 22985 റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ അതിനുശേഷം ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് 23,000 മുകളിൽ ആണ് കാണുന്നത്. 23,130 135 23,135 റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പൊ അതിന്റെ മുകളിലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 23,200 അടുത്താണ്. 220 വരുന്നുണ്ട്. ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. 22,220 അതുപോലെ തന്നെ 23,220 അതുപോലെ തന്നെ 23,275. അപ്പോൾ ശ്രദ്ധിക്കുക, സപ്പോർട്ട് ലെവലിന്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ പ്രോഫിറ്റ് വെക്കുന്ന സാധ്യത, സപ്പോർട്ട് ലെവലിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈക്ക് സാധ്യത. വരും ദിവസങ്ങളിലായാലും ഇതായിരിക്കും നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇതിനനുസരിച്ച് മാനേജ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വരും ദിവസങ്ങളിലെ അപ്ഡേറ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എക്സാക്ട് ആയിട്ടുള്ള റിവേഴ്സൽ ഏരിയ, എക്സാക്ട് ആയിട്ട് ഉള്ള സപ്പോർട്ട് ഏരിയകളൊക്കെ വരും ദിവസം അപ്ഡേറ്റിൽ മനസ്സിലാക്കാം. താങ്ക് യു.